ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്കറ്റോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. വൈഭവ് എന്ന കാട്ടുതീയിൽ ചാമ്പലായി സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇന്നലെ നടന്ന IPL എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് 47 റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. വൈഭവ് സൂര്യവംശി ഈ IPL ആരുടെ പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്നലത്തെ എലിമിനേറ്റർ മത്സരം ആരുടെ പേരിൽ അറിയപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് വൈഭവ് സൂര്യവംശി എന്ന് തന്നെയാണ്. 29 ബോളുകളിൽ നിന്നും 97 റൺസാണ് ഈ ഇന്ത്യൻ കൗമാര വിസ്മയം നേടിയെടുത്തത്. ടോസ് വിൻ ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 243 റൺസാണ് രാജസ്ഥാൻ റോയൽസ് അടിച്ചുകൂട്ടിയത്. ഇന്നലത്തെ മത്സരത്തിൽ ക്രിസ് ഗെയിലിൻ്റെ 30 ബോളിൽ 100 റൺസ് എന്ന റെക്കോർഡ് തകർക്കുവാൻ വൈഭവ് സൂര്യവംശിക്ക് ഗോൾഡൻ ചാൻസ് ആയിരുന്നു. എന്നാൽ 29 ബോളിൽ 97 റൺസ് എടുത്തപ്പോൾ അദ്ദേഹം പുറത്തായി. എങ്കിലും ക്രിസ് ഗെയിൽ കുറിച്ച ഒരു സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ എന്ന റെക്കോർഡ് പഴങ്കഥയാക്കുവാൻ വൈഭവിന് സാധിച്ചു. 59 സിക്സറുകളാണ് റെക്കോർഡായി ഗെയിലിൻ്റെ പേരിലുണ്ടായിരുന്നത്. അത് ഇന്നലെ മാത്രം 12 സിക്സറുകൾ അടിച്ചതുകൂടി 65 സിക്സറുകൾ ഈ സീസണിൽ മാത്രം നിലവിൽ വൈഭവ് നേടിക്കഴിഞ്ഞു. അതോടുകൂടി ബേബി യൂണിവേഴ്സൽ ബോസ് എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് ചാർത്തി കിട്ടി. വിക്കറ്റ് കീപ്പർ മാസ്റ്റർ ധ്രുവ ജുറൽ 29 ബോളിൽ 50 റൺസും കൂടി നേടിയതുകൂടി 243 എത്തുവാൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചു. എന്നാൽ ഒരു ഘട്ടത്തിൽ 270 അതിൽ മേലെയോ റൺസ് കുറിക്കപ്പെടും എന്നിടത്തു നിന്നാണ് 250 പോലും എടുക്കാൻ സാധിക്കാതെ രാജസ്ഥാൻ റോയൽസ് 243 ഒതുങ്ങിയത്. അവസാന ഓവറുകളിൽ റൺ റേറ്റ് ഉയർത്തുവാൻ കഴിയാതെ പോയതാണ് രാജസ്ഥാന് 243 നിർത്തേണ്ടി വന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനായി ബോളിംഗിൽ പ്രഫുൽ എങ്കെ 4 ഓവറിൽ 54 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി 2 ഓവറിൽ വിട്ടുകൊടുത്തത് 12 റൺസ് മാത്രം. ഇഷാൻ മല്ലിക 4 ഓവറിൽ 40 റൺസിന് 1 വിക്കറ്റ് വീഴ്ത്തി. എന്നാൽ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് 4 ഓവറിൽ 64 റൺസാണ് വിട്ടുകൊടുത്തത്. വിക്കറ്റുകളൊന്നും വീഴ്ത്താൻ സാധിച്ചതുമില്ല. ലോകോത്തര ബോളറായ പാറ്റ് കമിൻസിനെ പോലും നിലം തൊടാൻ സമ്മതിക്കാതെയാണ് വൈഭവിൻ്റെ ബാറ്റിംഗ്. ഈ ബാറ്റിങ്ങിനോട് എന്തു പറയാൻ. ഓരോ ഘട്ടത്തിലും ഇന്ത്യയിൽ ഒരു പ്രതിഭ ജനിക്കാറുണ്ട്. കപിൽ ദേവും സുനിൽ ഗവാസ്കറിന് ശേഷം സച്ചിൻ തെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും വന്നു. അതിനുശേഷം യുവരാജ് സിംഗ്, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഇപ്പോഴിതാ വൈഭവ് സൂര്യവംശിയും. ഈ 15 വയസ്സുകാരൻ്റെ ബാറ്റിംഗ് പ്രകടനത്തിന് മുന്നിൽ തരിച്ചു നിൽക്കുകയാണ് ലോകമെമ്പാടും. പേരുകേറ്റ ബാറ്റിംഗ് നിരയുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് മറുപടി ബാറ്റിങ്ങിൽ 19.2 ഓവറിൽ 196 റൺസിന് എല്ലാവരും പുറത്തായി. കൂറ്റനടിക്ക് പേരുകേട്ട അഭിഷേക് ശർമ്മ നേരിട്ട 2ാം ബോളിൽ ഔട്ടായി, അതും സംപൂജ്യനായി. ട്രാവിസ് ഹെഡിനും ഇഷാൻ കിഷനും ഹൈറിച്ച് ക്ലാസിനും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതോടുകൂടി സൺറൈസേഴ്സ് ഹൈദരാബാദ് തോൽവി ഉറപ്പിച്ചു. 11 ബോളിൽ 33 റൺസ് നേടി ഇഷാൻ കിഷൻ കൂറ്റിനടിക്ക് ശ്രമിച്ചെങ്കിലും അത് പോരായിരുന്നു രാജസ്ഥാൻ്റെ സ്കോറിനെ മറികടക്കുവാൻ. 38 റൺസ് നേടിയ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ടോപ്പ് സ്കോറർ. സനിൽ അരോര 35 റൺസ് നേടി. ബോളിംഗിൽ രാജസ്ഥാനായി ജോഫ്ര ആർച്ചർ 4 ഓവറിൽ 58 റൺസിന് 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ രവീന്ദ്ര ജഡേജയ്ക്കും സുശാന്ത് മിശ്രയ്ക്കും 2 വിക്കറ്റ് വീതം ലഭിച്ചു. അങ്ങനെ രാജകീയമായി രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയർ 2 ക്വാളിഫൈഡായി. ഗുജറാത്ത് ടൈറ്റൻസാണ് രാജസ്ഥാൻ്റെ എതിരാളി. പേരുകേട്ട പേസ് നിരയുള്ള ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബോളേഴ്സിനോട് എങ്ങനെയായിരിക്കും വൈഭവ് സൂര്യവംശിയുടെ സമീപനം? റാഷിദ് ഖാനും ഖജാസ റബാഡയും മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും അടങ്ങുന്ന ബോളിംഗ് നിരയാണ് ഗുജറാത്തിൻ്റേത്. അവർക്കും പാറ്റ് കമിൻസിൻ്റെയും കൂട്ടരുടെയും ഗതി വരുമോ? വളരെ മികച്ച ഒരു മത്സരമായിരുന്നു ഇന്നലത്തേത്. ബേബി യൂണിവേഴ്സൽ ബോസ് എന്ന വിശേഷണം ചാർത്തി കിട്ടിയത് വൈഭവ് സൂര്യവംശിക്ക് അദ്ദേഹം അർഹിക്കുന്ന ഒരു വിശേഷണം തന്നെയാണ്. ഇനിയും മികച്ച പ്രകടനങ്ങൾ വൈഭവിൽ നിന്നും ഉണ്ടാകട്ടെ. കുമാർ സംഗക്കാര എന്ന കോച്ചിൻ്റെ കീഴിൽ, റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റൻ്റെ കീഴിൽ ഇങ്ങനെയൊരു പ്ലെയർ ഉയർന്നു വന്നു. ആ നേട്ടം ആ ടീമിനെ ക്വാളിഫയർ 2 എത്തിച്ചു. അതും കടന്ന് ഫൈനലിലും കിരീടധാരണത്തിലേക്കും എത്തുവാൻ
വൈഭവിൻ്റെ ബാറ്റിംഗ് വൈഭവം കാരണമായാലും അത്ഭുതപ്പെടാനില്ല. കൂടുതൽ അപ്ഡേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു.